ഹലോ ഫ്രണ്ട്സ്, സാധാരണയായി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ കട്ട്ലറ്റ്. പക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിനകത്ത് നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി എല്ലില്ലാത്ത കഷ്ണം എടുക്കുക. അതായിരിക്കും നമുക്ക് കുറേ കൂടി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എളുപ്പം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് ഓരോരുത്തരുടെയും എരിവ് എത്ര വേണം എന്നതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്പം വെള്ളം, ഒരു വേവുന്നതിന് ആവശ്യമായ വെള്ളം, അധികമായി പോകരുത്. ചിക്കനകത്ത് ചിലപ്പം വെള്ളം കാണും. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കുക. കുക്കറിൽ ഒരു വിസിൽ കേട്ടാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ള 2 എണ്ണം. 1/2 കിലോ ചിക്കൻ നമ്മൾ മുമ്പേ വേവിക്കാൻ വെച്ചിരുന്നു. അത് നമ്മൾ കുറച്ച് ആർച്ചതിന് ശേഷം അതിൻ്റെ എല്ലെല്ലാം മാറ്റി ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ഒരുപാട് അടിക്കരുത്. ഒരുപാട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കട്ട്ലറ്റിന് ടേസ്റ്റ് കിട്ടത്തില്ല. അടുത്തതായി വേണ്ടത് ഉരുളൻകിഴങ്ങ്. ഒരു 3 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ചെടുത്തത്. അത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവരുത്. കുറച്ച് തരി കിടക്കുന്ന രീതിയിൽ ഉടച്ചെടുത്തതാണ്. അതിനുശേഷം വേണ്ടുന്ന ഐറ്റം എന്ന് വെച്ചാൽ ഇഞ്ചി നമ്മൾ കൊത്തിപ്പൊടിച്ചെടുത്തതാണ്. പിന്നെ ബ്രെഡ്, ഒരു 6 ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുത്തതാണ്. നല്ലോണം പൊടിയാക്കുക. അതാണ് നമ്മൾ റോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലോണം പൊടിയാക്കിയതാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളം നനവെല്ലാം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇഞ്ചി ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഇളക്കുക. നമുക്ക് ആ ഒരു മണം ഫീൽ ചെയ്യാൻ പറ്റും. ഇഞ്ചിയുടെ നിറമൊന്ന് മാറി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെയും ആ ഒരു സവാളയുടെ സാധാരണ രീതിയിലുള്ള കളർ മാറുന്നൊരു പരുവം വരെ വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ വഴറ്റുന്ന ടൈമിൽ എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഉണ്ടെങ്കിലേ കറക്റ്റ് അത് വഴണ്ട് വരത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറി. നല്ല പരുവത്തിന് സവാള വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കണം. ആ സവാളയും ചിക്കനും കൂടെ നല്ലോണം മിക്സ് ആവണം. അതിലേക്ക് അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കുക. നമുക്ക് എരി എത്ര വേണം എന്നതിനനുസരിച്ച് കുരുമുളക് യൂസ് ചെയ്യാവുന്നതാണ്. എരി കുറഞ്ഞാലും കട്ട്ലറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാതെ വരും. അതുകൊണ്ട് എരി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുരുമുളക് യൂസ് ചെയ്യുക.
ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങി വെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ആ ചിക്കനും സവാളയും എല്ലാം കൂടെയുള്ള ആ മിക്സ് മാറ്റുക. ആ ചിക്കനും സവാളയും വഴറ്റിയതിൻ്റെ ഒരു ചൂടാറുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. രണ്ടും അങ്ങ് ഒന്നായി ഒരു പേസ്റ്റ് പോലെ ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം എഗ് വൈറ്റിലേക്ക് സാവധാനം ആ ഓരോ കട്ട്ലറ്റും മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലേക്ക് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ബ്രെഡ് പൊടിച്ചത് നമ്മൾ എല്ലായിടത്തും തട്ടുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ബ്രെഡ് തട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ വറുക്കുന്ന സമയത്ത് ശരിയാവത്തില്ല. അപ്പോൾ കട്ട്ലറ്റ് ഇനി വറുക്കാനുള്ളതിന് തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കട്ട്ലറ്റിൻ്റെ ആ ഒരു ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിക്കണം എണ്ണ തെറിക്കാതിരിക്കാൻ. കട്ട്ലറ്റിൻ്റെ പാകമെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ നിറമാകണം എല്ലാ സൈഡും. അതുവരെ നമ്മൾ വറുത്തെടുക്കുക. ഒരു സൈഡ് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങും. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടാം. ഒരു നല്ല ബ്രൗൺ നിറം എത്തുന്നിടം വരെയാണ് നമ്മളൊരു പാകം. അത് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം മറിച്ചിട്ട്
ഒഴിച്ചിട്ട് കഴിഞ്ഞു. ഇതാണ് ആ ഒരു കളർ ഇങ്ങനെ വരണം. ഒരുപാട് അങ്ങ് വേവാതിരുന്നാലും നമ്മുടെ ആ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാനാവും. ഇപ്പോൾ 2 സൈഡും നമ്മൾ മുരിച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്കത് മാറ്റാം. പരമാവധി എണ്ണയില്ലാതാണ് നമ്മൾ കട്ട്ലറ്റ് മാറ്റി വെക്കേണ്ടത്. മേടിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. കട്ട്ലറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായാലും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഒരു ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സവാളയോ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായ കട്ട്ലറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം.